ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ ഒഴിച്ചുകറി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. പാവയ്ക്ക തക്കാളി പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ഒഴിച്ചുകറിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് കറി ഉണ്ടാക്കുക. ചൂട് മാറി വരുന്നതനുസരിച്ച് കറി കുറുകി വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ കറി കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പരിപ്പ്, 240 ml കപ്പിന് 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ, 1 കപ്പ് വരെ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പും പാവയ്ക്കയും എല്ലാം ചേർത്ത് കുക്കറിൽ തന്നെ വേവിക്കാം. എന്താണെന്ന് വെച്ചാൽ പരിപ്പിന് വേവ് കുറവാണ്. അതുകൊണ്ട് ഒറ്റ വിസിലിൽ പരിപ്പും പാവയ്ക്കയും കുക്കായി കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിന് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പരിപ്പ് കുക്കായി കഴിഞ്ഞിട്ട് പാവയ്ക്ക സെപ്പറേറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് എല്ലാം ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പാവയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഇതാ ഈ ഒരു വലുപ്പത്തിൽ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, പാവയ്ക്ക, തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടേണ്ട തക്കാളി, അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ തക്കാളി ആഡ് ചെയ്യുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാവയ്ക്കും പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിൻ്റെ കൂടെ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരിപ്പായതുകൊണ്ട് തന്നെ കുക്കായി വരുമ്പോൾ കൂടുതൽ അളവുണ്ടാവും, അതുപോലെ കുറുകിയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ചേർത്ത് തന്നെ പരിപ്പ് വേവിക്കുക, കൂടുതൽ വെള്ളം ചേർത്ത് വേവിക്കുക. ഇനിയിപ്പോൾ ഇതൊരു 1 വിസിൽ വരെ കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഉള്ളി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കുക്കർ 1 വിസിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും പരിപ്പും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കാതെ കറി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കറി റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വറവിട്ടെടുത്താൽ മതി കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത കറി വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ തേങ്ങ അരച്ച കറിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിന് കൊഴുപ്പുള്ളതുകൊണ്ട് തേങ്ങ അരയ്ക്കാതെ ഈ കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ തേങ്ങ അരച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ വരും. അപ്പോൾ ഇനി ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. 5 മിനിറ്റ് ഒന്ന് തക്കാളി ചേർത്തിട്ട് തിളക്കട്ടെ. നിങ്ങൾക്ക് തക്കാളി ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിൽ തക്കാളിയും കൂടി ചേർത്ത് വേവിക്കുക. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ പരിപ്പായതുകൊണ്ട് വേഗം കുറുകിപ്പോവും. അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് കുറുകിയ രീതിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി അരപ്പൊന്ന് ചൂടായി വരട്ടെ. തിളക്കരുത്, ചൂടാവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. സാധാരണ നമ്മളെല്ലാ ഒഴിച്ചുകറികളും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. പരിപ്പ് കൂടുതൽ ചേർത്തിട്ട് ഉണ്ടാക്കണം മാത്രം. എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ അളവ് കുറവാകുമ്പോൾ പരിപ്പ് കൂടുതൽ ചേർത്താലേ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വറവിടാം. എന്താണെന്ന് വെച്ചാൽ കറിയിൽ നിന്ന് ആവി വന്നു തുടങ്ങി. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ തിളയ്ക്കും. അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് ഇറക്കി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ബാക്കിയുള്ളത് ചൂടാവേണ്ടത് നമ്മുടെ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ചൂടായി വന്നോളും. ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേഗം ഇറക്കി വെച്ചത് ആവി വന്നപ്പോൾ. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണാണ് കടുക് ചേർക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക.
കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 വറ്റൽമുളകാണ്. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഉള്ളിയുടെ കളറൊക്കെ മാറി നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിപ്പോൾ തന്നെ ഇളക്കേണ്ട. നമ്മൾ കറി കഴിക്കാൻ എടുക്കുമ്പോൾ, ചോറ് കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് പകുതി അടച്ചു വയ്ക്കുക. ആവി പോകാൻ പാകത്തിൽ പകുതി ഒന്ന് അടച്ചു വയ്ക്കുക. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി, ആ വറവിൻ്റെ ടേസ്റ്റോട് കൂടി നമുക്ക് കറി കഴിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ കറികളും ഉണ്ടാക്കിയിട്ട് ചില കറികൾ ചൂടോടെ കഴിക്കണം എന്ന് ഞാൻ പറയും, ചില കറികൾ ചൂട് മാറിയിട്ട് കഴിക്കണം എന്ന് പറയും. ഈ കറിയൊക്കെ ചൂട് മാറിയിട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.